കേണൽ ലിന്നി, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെനസ്വേലയിലെ സംഭവവികാസങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറെ ആശങ്കാജനകമായൊരു സാഹചര്യമാണ് വെനസ്വേലയിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണം ചർച്ച വേണമെന്നും ഭാരതീയർക്ക് പിന്തുണ നൽകുമെന്നും ഒരു വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ചില ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു സ്റ്റാൻഡ് ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് പുറത്ത് വിട്ട് തന്നെയാണ് ഭാരതത്തിന്റെ എക്കാലത്തെയും ഒരു സ്റ്റാൻഡ്. അതായത് മറ്റൊരു രാജ്യത്തിലൊരു പ്രശ്നം നടക്കുമ്പം അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് ചെയ്യാതെ പക്ഷെ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ പല വിഷയങ്ങളും ഇനി ചർച്ച ചെയ്യാനുണ്ട്. കാരണം ഇതിപ്പം കുറച്ച് റിപ്പോർട്ട്സ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇനി അടുത്ത ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളത്. കാരണം രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷത്തിൽ അവിടുത്തെ വേറൊരു രാജ്യത്തിലോട്ട് ചെന്ന് ആക്രമിച്ച് അവിടെ ഒരു ഭരണമാറ്റം നടത്തി എന്നുള്ളതുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു വികാരം അങ്ങനെ ഒരു ഭരണത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു രീതിയും കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭാരതം വളരെ ഒരു ന്യൂവാൻസ്ഡ് എന്ന് പറയുന്നത്, അതായത് വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോഴും എടുത്തേക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള രീതി. നമ്മളെ സംബന്ധിച്ചുള്ള അവിടെ സമാധാനം വേണം, എവിടെയായാലും സമാധാനം വേണം. അതിന്റെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അന്താരാഷ്ട്ര ഓയിൽ മാർക്കറ്റിൽ വെനസ്വേലയുടെ ഒരു പങ്കുണ്ട്. ആ പങ്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെയും അത് ബാധിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സമാധാനം വേണം എന്നാണ് ഭാരതത്തിന്റെ ഇൻട്രസ്റ്റും ഭാരതത്തിന്റെ ലക്ഷ്യവും. അപ്പൊ അതേ രീതി തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡ് ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടക്കാനിരിക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഈ ഒരു വിഷയം ചർച്ചയാക്കുക? വീറ്റോ പവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. US സംബന്ധിച്ചോളം അവർ തന്നെ ചെയ്ത ഒരു കാര്യത്തിന് ഡെഫിനറ്റ്ലി അവർ വീറ്റോ പവർ ഉപയോഗിക്കും തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്കഷനോ മറ്റു കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ തന്നെ അതിനകത്ത് US അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷനോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അമേരിക്ക അവരുടെ വീറ്റോ പവർ യൂസ് ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവരുടെ രാഷ്ട്ര താല്പര്യത്തിനെ സംരക്ഷിച്ചത് മാത്രമാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊരു കാര്യമായാലും ശരി അവരുടെ രാജ്യത്തിന്റെ താല്പര്യം വെച്ചിട്ട് തന്നെയാണ് UN പോലും പല നിലപാടുകൾ എടുക്കുന്നത്. പല വീറ്റോ പവർ ഉപയോഗിച്ച് ചർച്ചകൾ വേണമെന്നും അല്ലെങ്കിൽ വേണ്ടെന്നും വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നാളത്തെ UN സെക്യൂരിറ്റി കൗൺസിലിലും വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വലിയൊരു ഡിസിഷനോ അങ്ങനെ അമേരിക്കയ്ക്ക് അഗെയിൻസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും പണ്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ അവസ്ഥയിൽ യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന് പ്രത്യേകിച്ച് വലിയൊരു സേയോ അല്ലെങ്കിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊന്നുമില്ല. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യത്തിന് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു സ്ഥിതി നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എല്ലാവരും അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വലിയ എന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലേക്കുള്ള വെനസ്വേലയിൽ ഇപ്പോൾ ചെന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓക്കെ, വളരെ നന്ദി കേണൽ ലിന്നി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.